നമസ്കാരം. സുപ്രധാനത്തിലേക്ക് സ്വാഗതം. ഞാൻ സുഷമ. ബീഹാർ വിധിയെഴുതി NDA കൊടുങ്കാറ്റ്. പ്രതിപക്ഷം പ്രതിരോധത്തിൽ. ഇന്ത്യയുടെ രാഷ്ട്രീയ ഹൃദയഭൂമിയിൽ ബീഹാറിൽ ഒരു കൊടുങ്കാറ്റ് വീശി അടിച്ചിരിക്കുന്നു. ബീഹാർ ജനതയുടെ വിധി ആർക്കും ചോദ്യം ചെയ്യാനാകാത്ത വിധം വ്യക്തമാണ്. 243 അംഗ നിയമസഭയിൽ 202 സീറ്റുകൾ നേടി NDA സഖ്യം ചരിത്ര വിജയം കുറിച്ചിരിക്കുന്നു. ഈ വിജയത്തിൽ BJP ഒറ്റയ്ക്ക് 89 സീറ്റുകൾ നേടി സഖ്യത്തിലെ ഏറ്റവും വലിയ ശക്തിയായി വളർന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് ആകട്ടെ 85 സീറ്റുകൾ നേടി അദ്ദേഹത്തിന്റെ ഭരണ തുടർച്ചയ്ക്ക് ഉറപ്പേകി. രാഹുൽ മാജിക്കിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന മഹാസഖ്യത്തിന് ഇതൊരു കനത്ത പ്രഹരമായി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പ്രതിപക്ഷം ആശയക്കുഴപ്പത്തിലാണ്. തോൽവിയെ സേവനത്തിന്റെ കയറ്റിറക്കങ്ങൾ എന്ന് വിശേഷിപ്പിച്ച രാഷ്ട്രീയ ജനതാദൾ RJD സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ശ്രദ്ധേയമായി. ഫലം തീർത്തും അത്ഭുതകരമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടക്കം മുതൽ നീതിയുക്തമായിരുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ഈ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്നു. 13 കോടി ജനങ്ങളുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ബീഹാറിലെ ഈ ഫലം ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ഈ ഉജ്ജ്വല വിജയം ദേശീയ തലത്തിൽ NDAയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, വരാനിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് ഇതൊരു മൈൻഡ് ഗെയിമായി മാറിയേക്കാം. പ്രതിപക്ഷത്തിന്റെ നിലവിലെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും സഖ്യങ്ങളുടെയും പ്രസക്തിയെ ഈ പരാജയം ചോദ്യം ചെയ്യുന്നു. അവർക്കൊരു സമഗ്രമായ പുനർമൂല്യനിർണയം ആവശ്യമായി വരുന്നു. തെരഞ്ഞെടുപ്പിന്റെ നീതിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ജനാധിപത്യപരമായ സ്ഥാപനങ്ങളിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. വൻപിച്ച ഭൂരിപക്ഷം ലഭിച്ച നിതീഷ് കുമാർ സർക്കാരിന് ഇനി ഒഴികഴിവുകളില്ല. തൊഴിലില്ലായ്മ, അടിസ്ഥാന സൗകര്യ വികസനം, കുടിയേറ്റം തുടങ്ങിയ ബീഹാറിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് എത്രത്തോളം വേഗത്തിൽ പരിഹാരം കാണാൻ കഴിയും? പ്രതിപക്ഷത്തിനാകട്ടെ ഈ തകർച്ചയിൽ നിന്ന് കരകയറാൻ വളരെ കുറഞ്ഞ സമയമേ മുന്നിലുള്ളൂ. വിശ്വാസ്യത വീണ്ടെടുത്ത് ശക്തമായ പ്രതിപക്ഷമായി മാറാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ NDAയുടെ മുന്നോട്ടുള്ള യാത്ര എളുപ്പമാകും. രാഷ്ട്രീയ ഞെട്ടലിന്റെ വാർത്തയിൽ നിന്നും നാം ഇനി സുപ്രധാനത്തിലെ ഇന്ത്യയുടെ മാറിലേറ്റ മറ്റൊരു പ്രഹരത്തിന്റെ വാർത്തയിലേക്ക് കടക്കുന്നു. നവംബർ 10 തിങ്കളാഴ്ച വൈകുന്നേരം ചരിത്രമുറങ്ങുന്ന ഡൽഹിയിലെ ചെങ്കോട്ടയുടെ കവാടത്തിന് സമീപം ഒരു കാർ പൊട്ടിത്തെറിച്ചു. നിമിഷങ്ങൾക്കകം 13 പേർക്ക് ജീവൻ നഷ്ടമായി. രാജ്യം ആ ഞെട്ടലിൽ നിന്ന് ഉണർന്നപ്പോൾ അധികൃതർ പ്രഖ്യാപിച്ചു, ഇതൊരു സാധാരണ സ്ഫോടനമല്ല, ഒരു ഭീകരാക്രമണമാണ് എന്ന്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം 6:52 ചെങ്കോട്ട മെട്രോ സ്റ്റേഷനിലെ ഗേറ്റ് 1 സമീപം സുഭാഷ് മാർഗ് സിഗ്നലിൽ വെച്ച് വെള്ള കാർ പൊടുന്നനെ കത്തിയെരിഞ്ഞത്. ഈ സ്ഫോടനത്തിൽ 13 പേർക്ക് ജീവൻ നഷ്ടമായി, 20-ലധികം പേർക്ക് പരിക്കേറ്റു. എന്നാൽ നാം മനസ്സിലാക്കുന്നത് ഈ സ്ഫോടനത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ തുടങ്ങിയിട്ട് അധികം കാലമായില്ല എന്നാണ്. സ്ഫോടനത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഹരിയാനയിലും കശ്മീരിലും പോലീസ് നടത്തിയ ഒരു മിന്നൽ നീക്കം വലിയൊരു ശൃംഖലയുടെ കണ്ണി മുറിച്ചു. അന്തർ സംസ്ഥാന ഭീകര ശൃംഖലയുടെ ഭാഗമെന്ന് സംശയിക്കുന്ന 4 ഡോക്ടർമാർ ഉൾപ്പെടെ നിരവധി പേർ അറസ്റ്റിലായി. കൂടാതെ 3 ടണ്ണോളം വരുന്ന സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുക്കപ്പെട്ടു. ഈ അറസ്റ്റുകൾ ഒരു ചെയിൻ റിയാക്ഷനായി മാറിയതാണ് നാം ഡൽഹിയിൽ കണ്ടത്. സ്ഫോടനം നടന്ന കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് 29 വയസ്സുകാരനായ ഡോക്ടർ ഉമറുൻ നബി ആണെന്ന് ഒരു ദിവസത്തിനുള്ളിൽ പോലീസ് തിരിച്ചറിഞ്ഞു. പുൽവാമ സ്വദേശിയായ ഇയാൾ ഫരീദാബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു. DNA പരിശോധനയിൽ സ്ഥലത്ത് വെച്ച് ഇയാൾ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു. ഫരീദാബാദിലെ അറസ്റ്റുകളിൽ പരിഭ്രാന്തനായതിനാലോ അല്ലെങ്കിൽ ബോംബിന് തകരാർ സംഭവിച്ചതിനാലോ ഇയാൾ നേരത്തെ സ്ഫോടനം നടത്തിയിരിക്കാമെന്നാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കരുതുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നാം കണ്ട ഭീകര മോഡ്യൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇത്. ഭൂഗർഭ സെല്ലുകളോ സാധാരണ ക്രിമിനൽ സംഘങ്ങളോ ആയിരുന്നില്ല ഇവിടെ. മെഡിക്കൽ ബിരുദമുള്ളവരും
സ്ഥിരമായ ജോലിയുള്ളവരും സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് പ്രവേശനമുള്ളവരുമായ തീവ്ര ചിന്താഗതിക്കാരായ പ്രൊഫഷണലുകൾ ആയിരുന്നു ഇവർ. അധികം വൈകാതെ ഡോക്ടർ മുസമ്മിൽ ഗനായ്, ഡോക്ടർ ആദിൽ മജീദ് റാത്തർ എന്നീ 2 ഡോക്ടർമാർ കൂടി അറസ്റ്റിലായി. ഇവരുടെ താമസ സ്ഥലത്തു നിന്നും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു. ഈ സംഘവുമായി ബന്ധമുള്ള രണ്ടാമതൊരു കാർ, ഒരു ചുവപ്പ് ഇക്കോസ്പോർട്ട്, ഫരീദാബാദിന്റെ പ്രാന്തപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും കണ്ടെത്തി. രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ ഭയാനകമാണ്. ഈ മോഡ്യൂൾ ഒരു വലിയ കൂട്ട ആക്രമണത്തിന് കോപ്പുകൂട്ടുകയായിരുന്നു. 30-ലധികം വാഹനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് പല നഗരങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. NIA ഇപ്പോൾ സൈബർ ട്രാക്കിങ്ങിലും സാമ്പത്തിക ഇടപാടുകളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ ചാനലുകൾ കൂടാതെ 20 ലക്ഷം രൂപ കടന്ന സാമ്പത്തിക സ്രോതസ്സുകൾ എന്നിവയെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലാണ്. എങ്കിലും സമൂഹ മനസാക്ഷിയെ കുത്തി നോവിക്കുന്ന ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ജീവൻ രക്ഷിക്കാൻ പ്രതിജ്ഞയെടുത്ത വിദ്യാസമ്പന്നരായ ഈ യുവാക്കൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു നാശത്തിന്റെ ഉപകരണങ്ങളായി മാറിയത്? എവിടെ വെച്ചാണ് അവർക്ക് തീവ്ര ചിന്താഗതി ലഭിച്ചത്? കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക ഉണർന്നിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. ഡിസംബറിൽ 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ്. കേരളത്തിന്റെ രാഷ്ട്രീയം ഇനി ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയകളിൽ ഒന്നിന് കളമൊരുക്കിക്കൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. നവംബർ 14 ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെ കേരളത്തിലുടനീളം മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 21 22 സൂക്ഷ്മ പരിശോധനയും 24 വരെ പത്രിക പിൻവലിക്കാനുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്. ഡിസംബറിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഡിസംബർ 9 തെക്കൻ മധ്യ ജില്ലകളിലെ വോട്ടർമാർ, അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലക്കാർ ആദ്യഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തും. ഡിസംബർ 11 അതായത് 2 ദിവസത്തിന് ശേഷം മലബാർ ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകൾ തൃശൂർ മുതൽ കാസർഗോഡ് വരെ 2ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും. ഏറ്റവും നിർണായകമായ ദിവസം ഡിസംബർ 13 അന്നാണ് വോട്ടെണ്ണൽ. 2 ഘട്ടങ്ങളിലെയും ഫലങ്ങൾ അന്ന് തന്നെ അറിയാം. ഡിസംബർ 18 തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി 20ഓടെ പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ കേരളം മൊത്തം 23,576 വാർഡുകളിലേക്ക് ജനവിധി തേടും. 2.84 കോടിയിലധികം രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ. ഇതിനായി 33,700-ലധികം പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടിംഗ് സമയം. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിർമ്മിച്ച വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഇത്തവണയും ഉപയോഗിക്കുക. എന്നാൽ ഇതൊരു സാധാരണ പൗരാവകാശ പ്രക്രിയ മാത്രമല്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലായാണ് ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഭരണപക്ഷമായ LDFനും പ്രതിപക്ഷമായ UDFനും BJP നേതൃത്വം നൽകുന്ന NDAയ്ക്കും ഇത് തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള അവസരമാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് എല്ലാവരുടെയും ശ്രദ്ധ. അവിടെ ഒരു നിർണായക വിജയം നേടാനാണ് BJP ശ്രമിക്കുന്നത്. കേരളം ഡിസംബറിലേക്ക് അടുക്കുമ്പോൾ അടുത്ത ഏതാനും ആഴ്ചകൾ തീവ്രമായ പ്രചരണങ്ങളാലും സഖ്യരൂപീകരണങ്ങളാലും പൊതുജന പരിശോധനകളാലും നിറയും. സമീപ വർഷങ്ങളിൽ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിന് ഇത് വഴി തുറക്കും. വോട്ട് ചെയ്യുന്നതിൽ നിന്നും നാം ഇനി ചർച്ച ചെയ്യുന്നത് വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. വോട്ട് മോഷണം കേസിൽ ആദ്യ അറസ്റ്റ്. ഡിജിറ്റൽ നെറ്റ്വർക്കിന്റെ ചുരുളഴിയുന്നു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർണാടകയിൽ നടന്ന വോട്ടർ പട്ടിക തിരിമറി കേസ് അഥവാ വോട്ട് മോഷണം വിവാദം ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ ആഴ്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർണാടകയിലെ ആലാന്ദ് മണ്ഡലത്തിൽ നിന്നും ഉള്ള വോട്ട് മോഷണം കേസിലാണ് ഈ ആഴ്ച SIT
ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റിലായത് പശ്ചിമ ബംഗാൾ സ്വദേശിയായ 27 വയസ്സുകാരൻ ബാപ്പി അദ്യയാണ്. 2023 തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ കൂട്ടത്തോടെ നീക്കം ചെയ്ത സംഭവത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇത് വെറും ഒരു ക്ലറിക്കൽ പിഴവല്ല, മറിച്ച് ഏകോപിപ്പിച്ച ഒരു ഡിജിറ്റൽ തട്ടിപ്പായിരുന്നു എന്നും SIT സ്ഥിരീകരിക്കുന്നു. അന്വേഷണ സംഘം കണ്ടെത്തിയ ഡിജിറ്റൽ തട്ടിപ്പിന്റെ രീതി കൂടുതൽ ഞെട്ടിക്കുന്നതാണ്. ഈ നെറ്റ്വർക്ക് OTP ബൈപാസ് എന്ന പ്രത്യേക സംവിധാനം ഉപയോഗിച്ചാണ് കൃത്രിമം നടത്തിയത്. ഓരോ വിജയകരമായ ബൈപാസ് ഇടപാടിനും ഇവർ ഏകദേശം 700 രൂപയോളം പ്രതിഫലമായി വാങ്ങിയിരുന്നതായി SIT പറയുന്നു. ഈ തട്ടിപ്പിന്റെ പ്രധാന കവാടം OTP ബസാർ എന്ന പ്ലാറ്റ്ഫോം ആണെന്നാണ് അധികൃതർ വിശ്വസിക്കുന്നത്. വ്യാജ ഫോൺ നമ്പറുകളും തെറ്റായ ഐഡന്റിറ്റികളും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓൺലൈൻ പോർട്ടലിൽ പ്രവേശിക്കാനും കൂട്ടത്തോടെ പേരുകൾ ഒഴിവാക്കാനുള്ള അപേക്ഷകൾ ഫയൽ ചെയ്യാനും ഈ പ്ലാറ്റ്ഫോം സഹായിച്ചു. കലബുറഗിയിലെ ഒരു ഡാറ്റാ സെന്ററിലേക്കും ഇപ്പോൾ അന്വേഷണം നീണ്ടിരിക്കുന്നു. ഈ ഡാറ്റാ സെന്റർ വഴിയാണ് ഈ വ്യാജ അപേക്ഷകളിൽ ഒരു വലിയ ഭാഗം പ്രോസസ് ചെയ്തതെന്നാണ് അധികൃതരുടെ സംശയം. ഈ അറസ്റ്റ് വെറും ആരോപണങ്ങളിൽ നിന്ന് കേസിന്റെ കടുപ്പമേറിയ തെളിവുകളിലേക്കും മാറ്റിയിരിക്കുന്നു. VoIP ടൂളുകളും സ്പൂഫ്ഡ് നമ്പറുകളും ഡിജിറ്റൽ പഴുതുകളും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് രേഖകളിൽ കൃത്രിമം കാണിക്കാൻ നടത്തിയ ഒരു ഘടനാപരമായ ശ്രമമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഈ കേസ് നിരവധി ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. നമ്മുടെ വോട്ടർ ഡേറ്റാബേസുകളുടെ സുരക്ഷിതത്വം എത്രത്തോളമുണ്ട്? ഡിജിറ്റൽ വെരിഫിക്കേഷൻ സംവിധാനങ്ങളുടെ വിശ്വാസ്യത എത്രത്തോളമാണ്? സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ജനാധിപത്യ പ്രക്രിയകളെ എത്ര എളുപ്പത്തിൽ ലക്ഷ്യമിടാൻ സാധിക്കും? വോട്ടർ പട്ടിക എന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തൂണ് പോലും ഡിജിറ്റൽ യുഗത്തിൽ ഇത്രയധികം ദുർബലമാണെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ അറസ്റ്റ്. സുപ്രധാനം ഇനി ചർച്ച ചെയ്യുന്നത് ക്രിക്കറ്റ് ലോകത്തിലെ ഒരു സുപ്രധാന വാർത്തയാണ്. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക്, രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്ക് മടങ്ങിയെത്തി. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ഈ ആഴ്ച സാക്ഷ്യം വഹിച്ചത് ഏറ്റവും നാടകീയമായ ഒരു ഫ്രാഞ്ചൈസി മാറ്റത്തിനാണ്. ആരാധകരെയും ക്രിക്കറ്റ് നിരീക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുന്നു. പകരം രവീന്ദ്ര ജഡേജയും ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ സാം കറനും രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തി. സഞ്ജു സാംസണെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയത് 18 കോടി രൂപയ്ക്കാണ്. അതേസമയം രവീന്ദ്ര ജഡേജയുടെ രാജസ്ഥാനിലേക്കുള്ള മടക്കം 14 കോടി രൂപയ്ക്കാണ്. പലർക്കും ഇതൊരു വൈകാരികമായ തിരിച്ചുവരവാണ്. ജഡേജ തൻ്റെ IPL കരിയർ ആരംഭിച്ചത് രാജസ്ഥാൻ റോയൽസിനൊപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവിനെ സ്പെഷ്യൽ എന്നാണ് റോയൽസ് ഫ്രാഞ്ചൈസി വിശേഷിപ്പിക്കുന്നത്. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം അത്ര എളുപ്പമായിരുന്നില്ല. ഒരു ദശാബ്ദത്തിലേറെയായി ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന ജഡേജയെ കൈവിടുന്നത് തങ്ങൾ എടുത്തതിൽ വെച്ച് ഏറ്റവും കടുപ്പമേറിയ തീരുമാനമാണെന്ന് CSK മാനേജിംഗ് ഡയറക്ടർ കാശി വിശ്വനാഥൻ സമ്മതിച്ചു. CSK ഒരു ട്രാൻസിഷൻ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വരും സീസണുകളിൽ ടീമിന് അടിത്തറ നൽകാൻ കഴിയുന്ന ഒരു പരിചയസമ്പന്നനായ ഇന്ത്യൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനെ അവർക്ക് ആവശ്യമുണ്ട്. ഈ റോളിൽ സഞ്ജു സാംസൺ കൃത്യമായി ചേരുന്നു. കൂടാതെ തൻ്റെ വൈറ്റ് ബോൾ കരിയറിലെ മാറ്റങ്ങൾ മനസ്സിലാക്കി ജഡേജ തന്നെ ഈ കൈമാറ്റത്തിന് സമ്മതം മൂളി എന്നും റിപ്പോർട്ടുകളുണ്ട്. IPL 2026 അടുക്കുമ്പോൾ ഈ വമ്പൻ ട്രേഡ് പ്രതീക്ഷകളെ മാറ്റിമറിച്ചു കഴിഞ്ഞു. വലിയ നീക്കങ്ങളാലും അതിലും വലിയ ലക്ഷ്യങ്ങളാലും നിർവചിക്കപ്പെടുന്ന ഒരു സീസണ് ഇത് കളമൊരുക്കിയിരിക്കുന്നു. ഞാൻ സുഷമ. ഇന്നത്തെ വാർത്താ സുപ്രധാനം അവസാനിക്കുന്നു. ശ്രദ്ധിച്ചതിനും നിങ്ങളുടെ സമയം നൽകി ശ്രവിച്ചതിനും നന്ദി.